വടി കൊടുത്ത് അടി മേടിക്കാന്ന് കേട്ടിട്ടില്ലേ? അതാണ് ശരിക്കും പറഞ്ഞ രതീഷ് ഇന്ന് കിട്ടിയത്. അൻസിബയുടെ കയ്യിൽ വടി കൊടുത്തു, തിരിച്ച് അടിയും മേടിച്ചു. നാളെ ഇനി പുറത്താക്കലാണോ, യെല്ലോ കാർഡാണോ, ഫസ്റ്റ് വാർണിംഗ് ആണോ, സെക്കൻഡ് വാർണിംഗ് ആണോ എന്ന് കണ്ടറിയാം. ഫസ്റ്റ് വീക്കെൻഡിലെ ലാലേട്ടൻ തന്നെ ഇത്രയും നമ്മൾ കാത്തിരിക്കുന്ന ഒരു വീക്കെൻഡായിട്ട് മാറിയിരിക്കുകയാണ് രതീഷിന്റെ കാര്യത്തിൽ. രതീഷിനെ പുറത്താക്കുവോ അതോ വാർണിംഗ് കൊടുത്തു വിടുവോ എന്ന് കണ്ടറിയാം. എന്തായാലും രതീഷ് തന്നെയാണ് അനാവശ്യമായിട്ട് സോറി പറഞ്ഞ് തീർത്ത ഒരു സംഭവത്തെ വെറുതെ എടുത്ത് അൻസിബയുടെ മുന്നിൽ കൊണ്ട് വിളമ്പേണ്ട ഒരാവശ്യവും ഉണ്ടായിരുന്നില്ല. അത് തന്നെ ഈ ഒരു പണി കിട്ടാനുള്ള കാരണവും. പിന്നെ നാളെ ക്യാപ്റ്റൻസി ടാസ്ക് സിജോ, അതുപോലെ അപ്സര, അതേപോലെ റസ്മിൻ, ഇതിലാരാണ് ആവാൻ പോകുന്നത്? പവർ റൂം ടാസ്ക്, ഇത്രയും വലിയ സർവാധികാരികളാവാൻ പോകുന്ന ഒരു ടാസ്ക്കാണ്. ആ ടാസ്ക് സിജോ ആൻഡ് ടീമിന് ഒരിക്കലും ജയിക്കാൻ പറ്റത്തില്ല. കാര്യം അവരുടെ മുഖത്തുനിന്ന് ഒരു റിയാക്ഷനും കിട്ടാൻ പോകുന്നില്ല. വെറുതെ ബൊമ്മയും മറ്റേ ബിഗും ഒക്കെ എടുത്ത് വെച്ച് ഇങ്ങനെ കാണിച്ചെന്ന് പറഞ്ഞ് അവരാരും റിയാക്ട് ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ടാസ്ക് ആയിരുന്നു അത് പവർ റൂമുകാർക്ക്. അവർ ഈസി ആയിട്ട് അത് ജയിക്കുകയും ചെയ്തു. അപ്പം അത് കുറച്ചും കൂടെ കട്ടിയാവാനുള്ള ടാസ്ക് ആയിരുന്നു. കാര്യം അത്രയും വലിയ ജയിലിൽ പോകാനുള്ള ആൾക്കാരെ കൺട്രോൾ ചെയ്യാൻ പറ്റും, വീട് കൺട്രോൾ ചെയ്യാൻ പറ്റും, നോമിനേഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇത്രയും കൺട്രോൾ ചെയ്യാനും അവരെ പണിഷ് ചെയ്യാനും പറ്റുന്ന ഒരു ടാസ്ക് ഇത്രയും സിമ്പിൾ ആക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആയിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. മാർച്ച് 15 ഡേ 5 റിവ്യൂവും അനാലിസിസുമായിട്ട് വന്നേക്കുകയാണ്. ഒന്നും പറയാനില്ല. ഒരാഴ്ച കഷ്ടപ്പെട്ട് പണിയെടുത്ത് രതീഷ് കലമുടച്ചെന്ന് വേണം പറയാൻ. ഇത്രയും ദിവസം ഇത്രയും കണ്ടന്റ് ഒക്കെ തന്ന് കുറച്ച് ഇറിറ്റേഷനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ സത്യം പറഞ്ഞാൽ ജാൻമണി വിഷയത്തിൽ തുടങ്ങി, സുരേഷ് വിഷയം, അത് കഴിഞ്ഞ് രതീഷ്, ഈ 3 പേരുടെയും ഫാമിലിനെ ഇത് എഫക്റ്റ് ചെയ്യില്ല. 3 പേർക്കും ഫാമിലി ഉണ്ട്. 3 പേരെയും വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതിന് ഓൾറെഡി പറഞ്ഞു തീർത്ത കാര്യം അതിനെ പിന്നെയും എടുത്തിടേണ്ട ആവശ്യമുണ്ടോ? അധികമായാൽ അമൃതും വിഷമെന്ന് പറയണ പോലെ, വടി കൊടുത്ത് അടിമേടിച്ചെന്ന് പറയുന്ന പോലെയാണ് രതീഷിന്റെ അവസ്ഥ. നമുക്കൊരു ഗെയിമറിന് വേണ്ടത് തീർച്ചയായിട്ടും ബുദ്ധി വേണം, അതേപോലെ തന്നെ ശക്തി വേണം, ഗട്സ് വേണം, എല്ലാവരെയും ഇതാവാനുള്ള ഒരു പ്ലാൻ വേണം. അതുപോലെ തന്നെ കുറച്ചൊക്കെ ഒരു മനസ്സിനൊരു കാംനെസ്സും കൂടെ വേണം. കുറച്ച് കാര്യങ്ങൾ അമിതാവേശം പാടില്ല. ആവേശം കൂടി വായി തോന്നുന്നത് വിളിച്ചു പറയാൻ പാടില്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് ഇന്ന് രതീഷ് ഇന്ന് കാണിച്ചു കൂട്ടിയത്. ഇത്രയും ചെയ്ത് വെച്ച് ബിഗ് ബോസ് സീസൺ 6 ഏറ്റവും കൂടുതൽ കണ്ടന്റ് ഉണ്ടാക്കുന്നത്, പ്രൊമോയിൽ വന്നതും രതീഷ് എന്ന് എല്ലാവരും പറയുന്നുണ്ട്. ഇഷ്ടമുണ്ടെങ്കിലും ഇഷ്ടമില്ലാഞ്ഞിട്ട് കൂടി പറയുന്നുണ്ട്. പക്ഷെ അതിനെ ആവശ്യമില്ലാണ്ട് ഒരു വാണിങ്ങോ അല്ലെങ്കിൽ റെഡ് കാർഡോ അല്ലെങ്കിൽ പുറത്താക്കലിലേക്ക് വരെ എത്തിച്ചതാണ് രതീഷ് മാത്രമാണ്, അല്ലേ? ഇപ്പൊ ഇന്ന് ജാൻമണിയുടെ പ്രശ്നം ആദ്യം എടുത്തിട്ടു, അതിൽ ഓവർ ആക്ട് ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്തു. ആ പ്രശ്നത്തിൽ നിന്ന് ചുവട് പിടിച്ച് മീറ്റിങ്ങിൽ അനാവശ്യമായിട്ട് സംസാരിച്ചിട്ട് സുരേഷ് തിരിച്ച് അലിഗേഷൻ എടുത്തിട്ടു. അത് പുള്ളിക്കാരൻ മനഃപൂർവ്വം എടുത്തിട്ട് അലിഗേഷൻ തന്നെയാണ് രതീഷിനെതിരായിട്ട്. എന്നിട്ട് രതീഷ് അതിന് സോറിയൊക്കെ പറഞ്ഞ് സോൾവ് ചെയ്തു, എല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചു. എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇരുന്നിട്ട് പെണ്ണിന്റെ മനസ്സാണ് സുരേഷിന്, പിന്നെ അടുത്ത് വരുമ്പോൾ പേടിയാണ്, അയാളുടെ നോട്ടവും ആക്ഷൻ, ഇങ്ങനെയുള്ള ആക്ഷനൊക്കെ കാണിക്കുക, അതിനെക്കുറിച്ച് പറയുക, അയാൾ എന്നെ ട്യൂൺ ചെയ്യാൻ നോക്കുന്നുണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിന്നെയും പ്രശ്നത്തിലേക്ക് പോയി ചാടിയത് എന്തിനാണ്? ചുറ്റുമുള്ള ആൾക്കാർ മുഴുവൻ ശത്രുക്കളാണ്, അവർ നിങ്ങളെ കൊടുക്കാനല്ലേ നോക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അൻസിബ ക്ലിയർ ആയിട്ട് പറഞ്ഞത്. കാര്യം ഇത് വൺസ് ടി വിയിൽ കാണിച്ചു കഴിഞ്ഞാൽ അൻസിബയ്ക്കും പ്രശ്നമാണ്. അതുകൊണ്ട് ക്ലിയർ ആയിട്ട് പുള്ളിക്കാരി പറഞ്ഞു. സുരേഷിന്റെ സ്റ്റാറ്റസിനെ കുറിച്ചിട്ടാണ് സംസാരിച്ചത്. സ്റ്റാറ്റസ് എന്ന് പറഞ്ഞ ഐഡന്റിറ്റിയെ കുറിച്ച് രതീഷ് സംസാരിക്കുകയാണ്. അതിനകത്ത് ഗേ ആണെന്ന് പറയുകയാണ്. അപ്പം അതിന് ഗേ ആണെന്ന് പറഞ്ഞുകൊണ്ടല്ല, അതൊരു ഒരു വ്യക്തിയുടെ ഐഡന്റിറ്റിയെ കുറിച്ചാണ് സംസാരിച്ചിരിക്കുന്നത്. അത് ഫാൾസ് ഐഡന്റിറ്റിയാണ് പറഞ്ഞത്, ഫാൾസ് അലിഗേഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിന്റെ ആവശ്യം ഉണ്ടോ? അതിന്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അൻസിബ അത് തുറന്നു പറഞ്ഞു. അതൊരു വലിയൊരു പൊട്ടി എന്താണ്, ഒരു ബോംബായിട്ട് മാറി. ഇപ്പൊ നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എനിക്കറിയില്ല. ലാലേട്ടൻ എന്താ തീരുമാനം എടുക്കാൻ പോകുന്നത്, ബിഗ് ബോസ് എന്താ തീരുമാനം എടുക്കാൻ പോകുന്നത്, വാണിംഗ് കൊടുത്തു വിടുമോ, അതോ ഈ വലിയൊരു മാസ്ക് കൊടുത്തു വിടുമോ രതീഷിന്, എന്താണെന്ന് അറിഞ്ഞൂടാ. എന്തായിരുന്നാലും ഇതിന് 90% ഉത്തരവാദി തുടക്കമിട്ടതും രതീഷ് തന്നെയാണ്, അവസാനിപ്പിച്ചതും രതീഷ് തന്നെയാണ്. ഇത്രയും നന്നായിട്ട് എന്താണ് കണ്ടന്റ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ആള് തന്നെയായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ, അധികമായാൽ അമൃതും വിഷവും എന്ന് പറയുന്ന പോലെയാണ് രതീഷിന്റെ അവസ്ഥ. നമുക്ക് 100 ദിവസം നിന്ന് പോകണമെങ്കിൽ കുറേയൊക്കെ കാര്യങ്ങൾ നമ്മൾ പിറകോട്ട് തന്നെ എടുക്കണം. ഇതെന്താ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ നിൽക്കുന്നത്. ബിഗ് ബോസ് വീടാണ്, ചുറ്റുമുള്ള ആൾക്കാർ എപ്പോഴാണ് നിങ്ങളെ പുറത്താക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇരിക്കുന്നത്. നിങ്ങളൊരു സ്ട്രോങ് കണ്ടസ്റ്റന്റ് എന്ന് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ എന്തായാലും അവർ പുറത്താക്കാൻ തന്നെ നോക്കും. അത് ഈ ഗെയിമിന്റെ ഒരു രീതിയാണ്. പല ആൾക്കാരെയും ഇങ്ങനെ പുറത്താക്കിയിട്ടുണ്ട്, അല്ലേ? ഇപ്പം തമിഴിലാണെങ്കിലും ഹിന്ദിയിലാണെങ്കിലും മലയാളത്തിലാണെങ്കിലും ഇങ്ങനെ പുറത്താക്കിയിട്ടുണ്ട്. അപ്പം നമ്മൾ അതെല്ലാം കണ്ടുവന്ന ആയ സ്ഥിതിക്ക് അത് നമ്മൾ ഓർത്തു വെക്കേണ്ട ഒരു കാര്യം കൂടിയാണ്, അല്ലെ? അപ്പൊ രതീഷിന്റെ കാര്യത്തിൽ ഒരു സത്യം പറഞ്ഞാൽ അമിതാവേശം തന്നെയായത് അത് തെറ്റ് തന്നെയാണെന്നാണ് ഞാനിപ്പോൾ പറയുന്നത്. ഒരാവശ്യം ഉണ്ടായിരുന്നില്ല, വെറുതെ പോയി കുഴി ചാടിയതുപോലെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ പവർ റൂം ടാസ്കിന്റെ കാര്യം, പവർ റൂം ടാസ്ക് ഇത്രയും സർവാധികാരം കിട്ടുന്ന ഒരു ടാസ്ക്,
ഒന്നും പറയാനില്ല. ക്യാപ്റ്റൻസിയിൽ അധികാരം, ജയിൽ നോമിനേഷൻ അധികാരം, റേഷൻ, പണിഷ്മെന്റ് എല്ലാം കൊടുക്കാൻ പറ്റുന്ന ടാസ്കിനെ ഇത്രയും സിമ്പിളായിട്ട് ഈ ജന്മത്ത് സിജോയുടെ ടീം ജയിക്കത്തില്ലെന്ന് അവർക്കും മനസ്സിലായി. കാര്യം ഈ ഒരു പാവയുടെ മുടിയെടുത്ത് ഇങ്ങനെ വെച്ചെന്ന് പറഞ്ഞിട്ട് അവർ അവിടെ നിന്ന് റിയാക്ഷൻ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അല്ലെങ്കിൽ മറ്റേ ടോർച്ചർ ടാസ്ക് പോലെ മുളക് ഇങ്ങനെ ഇട്ട് വറുക്കും. ചിലപ്പം ഇന്ത്യയിലൊക്കെ മുളകില്ലേ, മുളക് കിച്ചണിൽ പോയിട്ട് ചട്ടിയിലിട്ട് ഇങ്ങനെ വറുത്തിട്ട് അതിന്റെ പുകയില്ലേ, ആ പുക ഇങ്ങനെ ജസ്റ്റ് ഇവിടെ കൊണ്ടുവച്ചാൽ മതി. ഇവിടെ കൊണ്ടുവച്ചാൽ നമ്മൾ ഇങ്ങനെ അങ്ങ് ആക്കിപ്പോവും. പിന്നെ അതുപോലത്തുള്ള ടാസ്ക് ഒന്നും 50 കൊല്ലം കഴിഞ്ഞാൽ ഇവിടെ ഒന്നും വരാൻ പോകുന്നില്ല. അപ്പം അല്ലെങ്കിൽ ഒരു ഗെയിം ടാസ്ക്, ഒരു ഗെയിം കൊടുക്കാമായിരുന്നു. എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ആയിട്ട് ഒരു ഗെയിം കൊടുത്തിട്ട് അങ്ങനെ കളിച്ചിട്ടെങ്കിലും അവർക്ക് 2 പേർക്ക് ഒരു തുല്യമായ ഒരു രീതിയിൽ കൊടുക്കാമായിരുന്നു. എനിക്കത് സിജോയുടെ ടീമിനോട് ഒരു അനീതി കാണിച്ചപ്പോൾ എനിക്ക് ഫീൽ, കാര്യം അവർക്ക് ഒരിക്കലും ജയിക്കാൻ പറ്റത്തില്ല. ഇവർ ഷുവറായിട്ട് ജയിക്കും. പിന്നെ ആകെയുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ 4 ആഴ്ചയെ ഈ പവർ റൂമിൽ ആൾക്കാർക്ക് നിൽക്കാൻ പറ്റുള്ളൂ. അതിൽ കൂടുതൽ നിൽക്കാൻ പറ്റത്തില്ല. അത് മാത്രമല്ല വേറൊരു ഗെയിമും കൂടെ ബിഗ് ബോസ് ഇന്ന് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പവർ സ്വിച്ച് ചെയ്യാം. ഇന്ന് അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് കിട്ടിയ പവർ റൂമുകാർക്ക് പവർ കിട്ടിയല്ലോ, രണ്ടാമതും പവർ ചാലഞ്ചിന് ശേഷം നിങ്ങൾക്ക് ഈ പവർ വേറെ ആർക്കെങ്കിലും കൊടുക്കണോ ഗ്രൂപ്പിന്? അങ്ങനെ കൊടുക്കാം, അങ്ങനെ വേണമെങ്കിലും ചെയ്യാം, അങ്ങനെ ചെയ്യാൻ പറ്റും. അതൊരു ഭയങ്കര ഗെയിം ചേഞ്ചും കൂടിയായിരിക്കും. അപ്പം 4 ആഴ്ചയിൽ കൂടുതൽ പറ്റത്തില്ല, ഈ പവർ കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ വേറൊരു കാര്യമുണ്ട്, 4 ആഴ്ചയാണെങ്കിലും ഓരോ ആഴ്ചയും ചാലഞ്ചിൽ ജയിക്കണം, എന്നാലേ നമുക്ക് പവർ റൂമിൽ കിട്ടുകയുള്ളൂ. അപ്പോൾ എന്തായാലും ഇത് കുറച്ചും കൂടെ ഒന്ന് കട്ടിയാക്കാമായിരുന്നു. ഈ ക്യാപ്റ്റൻസിയിൽ നാളെ അറിയാൻ പറ്റുള്ളൂ സിജോ, അപ്സര, റസ്മിൻ ബായ്, ഇതിൽ ആർക്കാണ് ക്യാപ്റ്റൻ ആവാൻ പോണെന്ന്. ജാസ്മിൻ ഒന്നും വലിയ ഒരു ഇത് തോന്നുന്നില്ല അപ്സരയ്ക്കൊക്കെ കൊടുത്തതിൽ ഒരു ഇതുണ്ട് കാര്യം കിട്ടാത്തതിൽ. പിന്നെ ജാസ്മിനും ഗബ്രിയുടെയും കാര്യം, അത് പുട്ടിന് പീര പോലെ എപ്പിസോഡിൽ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ജാസ്മിൻ്റെയും ഗബ്രിയുടെയും കാര്യം. അപ്പോൾ രതീഷ് പൊളിച്ചെടുക്കാനൊക്കെ നോക്കി, എൻ്റെ ആക്ടിംഗ് ഒക്കെ സൂപ്പർ ആണെന്ന് പറയുന്നുണ്ടായിരുന്നു. ഒരാവശ്യമില്ലാത്ത ഒരു കോംബോ ആയിട്ട് എനിക്ക് ഫ്രണ്ട്ഷിപ്പ് കോംബോ ആണെങ്കിലും പല സ്ഥലത്ത് തെറ്റിദ്ധരിക്കപ്പെടും. അതൊക്കെ ഒരു തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു ഗെയിമാണ് ജാസ്മിൻ ഇപ്പോൾ എടുത്തേക്കുന്നത്. ഈ ഒരു കോംബോ അല്ലെങ്കിൽ ഗബ്രിയുമായിട്ടുള്ള ഒരു കോംബോ, ജബ്രി എന്നൊക്കെ പറയുന്നുണ്ടല്ലേ പല ആൾക്കാരും, ആ ഒരു കോംബോ ഒരു തെറ്റിദ്ധരിക്കപ്പെടുന്ന കോംബോയാണ്. അപ്പം അങ്ങനത്തെ റിസ്ക് ഒന്നും എടുക്കാനും ജാസ്മിൻ അസാധ്യ പ്ലെയർ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഫീമെയിൽ കണ്ടസ്റ്റന്റ് ഏറ്റവും സ്ട്രോങ്. വെറുതെ നിന്നാൽ ജാസ്മിൻ ഒറ്റയ്ക്ക് നിന്നാൽ തന്നെ ജാസ്മിൻ കളിച്ച് ഫിനാലെ വരെ എത്താൻ പറ്റുന്ന ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു ജാസ്മിൻ. അതേപോലെ തന്നെ ഗബ്രിയും നല്ല രീതിയിൽ മുന്നോട്ട് വരാൻ പറ്റുന്ന കണ്ടസ്റ്റന്റ് ആയിരുന്നു. കോംബോ കളിച്ചാൽ നമുക്ക് കുറച്ച് ഫാൻസ് ഒക്കെ കിട്ടും. പക്ഷേ നമ്മൾ ഇതിനു വേണ്ടി കോംബോ എടുക്കുന്നതായിട്ട് വെറുതെ ആൾക്കാരെ കൊണ്ട് ഒരു ഫേക്ക് കോംബോ ആവേണ്ട ആവശ്യമില്ല, അതിൻ്റെ ആവശ്യമില്ല. പിന്നെ റിയൽ ആണെങ്കിലും ഇറ്റ്സ് ഓക്കെ, അത് നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾ കോംബോ എടുക്കുന്നോ ഇല്ലെന്നുള്ളത്. പക്ഷേ നമുക്ക് ഫാൻസ്, നമ്മൾ ഓൾറെഡി നല്ല ഇതായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ലായിരുന്നു. പിന്നെ എത്രയൊക്കെ ആണെങ്കിലും നമ്മുടെ ജയിലിൽ അകത്തേക്ക് നമ്മുടെ ജിൻഡോയും രതീഷും കയറി കഴിഞ്ഞു. അത് ഒരു പ്രത്യേകത. ഇപ്പോൾ ജിൻഡോ, ജാൻമണി, രതീഷ് കോംബോ എന്ന് പറയുന്നത് ബിഗ് ബോസ് സീസൺ 6 ഒരു കോമഡി കോംബോ തന്നെയാണ്. ഇവർ 3 പേരുടെയും ഇവർ തന്ന ഒരു കണ്ടന്റ് സത്യം പറഞ്ഞാൽ വേറെ ആർക്കും ആ വീട്ടിൽ തരാൻ പറ്റത്തില്ല. ജിൻഡോ, ജാൻമണി, രതീഷ് ഇവരുടെ ഒരു കണ്ടന്റ് വേറെ ആർക്കും ആ വീട്ടിൽ തരാൻ പറ്റില്ല സത്യമായിട്ടും. അപ്പം രതീഷിന് കുറച്ചും കൂടെ ഒരു സമാധാനത്തിൽ കളിച്ചിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഗെയിമിൽ നിൽക്കുകയും ചെയ്യാം, മുന്നോട്ട് പോവുകയും ചെയ്യാമായിരുന്നു. അതാണ് ഇന്ന് ജയിലിൽ BB+ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് ചിരിച്ചു. പിന്നെ അവരിപ്പോൾ ലക്ഷ്യമിട്ട് കുറേ പേരെയൊക്കെ വെക്കുന്നുണ്ട്. അടുത്ത അൻസിബേനെ എടുക്കാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് നമ്മുടെ രതീഷ്. അൻസിബേനെ ടാർഗറ്റ് ചെയ്താണ് നിൽക്കുന്നത്. ആഴ്ചയിൽ 2 പേരെ വെച്ച് ഒരു ദിവസം 2 പേരെ വെച്ച് ടാർഗറ്റ് ചെയ്യുന്നത്. അതൊക്കെയാണ് പ്ലാനിങ്. ഇതൊക്കെ നാളെ കഴിഞ്ഞ് മനസ്സിലാവും പ്ലാനിങ് ഒക്കെ നടക്കുമോ പുറത്താവുമോ എന്നുള്ളത്. തൽക്കാലം നമുക്ക് എപ്പിസോഡിലേക്ക് പോവാം. മാർച്ച് 15 ഡേ 5 താങ്കനക്ക ദില്ലം ദില്ലം തളാങ്കനക്ക ചെണ്ടമൃതംഗം മേലേക്കാവിൽ പൂരക്കാവടി വീലിക്കോടി നീനി തരികടിയാട്ടം ആട്ടം. ആദ്യം കാണിക്കുന്നത് ജാസ്മിൻ ഗബ്രി. പുട്ടിന് പീര പോലെ ഇടയ്ക്കിടയ്ക്ക് ഇവരെ എടുത്തിടും കേട്ടോ ബിഗ് ബോസ് എപ്പിസോഡിനകത്തെ. ജാസ്മിനും ഗബ്രി ആദ്യം. എനിക്ക് നിന്നോടുള്ള ഇഷ്ടം പോലെ ആരോടും തോന്നില്ലടാ ഇവിടെ. അപ്പോൾ ഗബ്രി ഇങ്ങനെ റൊമാൻറ്റിക് ലുക്കിലാണ് ഇരിക്കുന്നത് കേട്ടോ. ഇങ്ങനെ ഇരിക്കുന്നത് ഗബ്രിയുടെ ലുക്ക്. അപ്പം ഞാൻ ഔട്ടായാൽ നീ എന്ത് ചെയ്യും? അപ്പോൾ ജാസ്മിൻ, ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചു കേട്ടോ, എനിക്ക് ആലോചിക്കാനേ മേലെ, ഞാൻ എന്ത് ചെയ്യും? അയ്യോ നീ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് എനിക്ക് ആകെ കൂടെ ചായാനുള്ള തോൾ ഇവിടെ നീ മാത്രമേ ഉള്ളൂ, പോസിറ്റീവായിട്ട് വേറെ ഒന്നുമില്ല എന്ന് ജാസ്മിൻ പറയുന്നുണ്ട്. അത് കഴിഞ്ഞാൽ അപ്സര കരയാണ് ബ്രഷും വെച്ചുകൊണ്ട്. ഞാൻ ബാത്റൂം എല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് എൻ്റെ ഈ ബ്രഷ് ഞാൻ അവിടെ വെക്കും പല്ല് തേച്ചിട്ട്. ആരും ഈ ബ്രഷിൽ മുടിയും അഴുക്കും ഒക്കെ ചെയ്ത് വെച്ചേക്കുന്നു. ബിഗ് ബോസ് ഞാൻ എന്താ ചെയ്യേണ്ടത്? കഷ്ടം തന്നെ. അപ്സര വലിയൊരു കണ്ടന്റ് പോയത്. അതിനിടയ്ക്കൂടെ രതീഷ്, എടാ ഗബ്രി നീ വല്ലപ്പോഴും ചേട്ടനെ നോക്കടാ ഒന്ന്, നോക്കടാ. നീ ഇപ്പോഴും ഗബ്രിയുടെ കൂടെ തന്നെയാണല്ലോ. നീ നമ്മുടെ കൂടെ കൂടിയത് നിനക്ക് നന്നായി ജാസ്മിനെ. ഇപ്പം ജാസ്മിൻ അതെന്ത് അല്ല, നല്ല സ്ട്രാറ്റജിയാണ്, പക്ഷെ ഇത് പൊളിയും.
ഈ ഏട്ടൻ ഇവിടെ ഉണ്ട്, നീ എന്നൊന്ന് നോക്കടാ ഗബ്രി. ഇപ്പൊ ഗബ്രി നിങ്ങളെന്ന് ഇങ്ങനെയൊക്കെ പറയുന്നത്? എനിക്ക് ഇവളോട് ആണ് ഇഷ്ടം തോന്നിയതെങ്കിലോ, നിങ്ങൾ ഇഷ്ടമല്ല, നിങ്ങൾ എന്തിനാ എവിടെ പറയണത്? എനിക്കാണെങ്കിലോ താല്പര്യം ഇവളോട് കൂട്ടുകൂടാൻ. അപ്പം ഉടനെ നിങ്ങളത് ജാസ്മിൻ, നിങ്ങളെന്തോ നീ പറയുന്നത്? ഒരു ആണും പെണ്ണും കൂടെ ഇരുന്നാൽ എന്താണ് മറ്റേ ബന്ധമാണെന്നാണ് പറയുന്നത്? ദേ മര്യാദയ്ക്ക് സംസാരിച്ചോളാം കേട്ടോ. ഞാൻ അല്ല, നമ്മളോട് നിങ്ങളോട് ബന്ധമൊന്നും കൂടിയിട്ടില്ല, ഞാൻ ഗബ്രിയോട് കൂട്ടുകൂടിയിട്ടുണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ അല്ല എടാ, ഞാൻ നിന്റെ ആങ്ങളെയല്ലേടി, നീ ഇങ്ങനെയൊക്കെ പറയാതെ. അല്ല പിന്നെ നീ ഗബ്രി നിന്റെ ആങ്ങളെയല്ലേ? ഗബ്രി ആങ്ങളെയൊന്നും അല്ല, കാമുകൻ. എന്ത്? അല്ല ആങ്ങളെയാണ്. അല്ലല്ല, ഫ്രണ്ടാണ്. ആങ്ങളെ പെങ്ങളൊന്നും അല്ല, നമ്മൾ ഫ്രണ്ടാണ്. അപ്പൊ ഞാനോ അത് ആങ്ങള. അപ്പൊ പിന്നെ നിന്റെ ആക്ടിങ് ഒന്നും അധികം നാൾ നിൽക്കൂല കേട്ടോ, എല്ലാം പൊളിയും താമസിയാതെ. കാണാം, നിങ്ങൾ പോയാട്ടെ എന്ന് പറയുന്നുണ്ട് ജാസ്മിൻ. അടുത്ത അൻസിബയും രതീഷും ജിൻഡോ തമ്മിലുള്ള ആ വർത്തമാനമാണ് ഇന്നത്തെ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് കാണിക്കുന്നത്. ഇന്നത്തെ പ്രശ്നത്തിന്റെ മെയിൻ ഹൈലൈറ്റ് അൻസിബ ഇവിടെ പറയാണ്, സുരേഷ് ചേട്ടൻ ആള് പാവമല്ലേ? അപ്പൊ രതീഷ്, ആള് ക്രിക്കറ്റാണെന്ന്, കണ്ണിങ്, പിന്നെ വളച്ചൊടിച്ച് ഓരോ കാര്യങ്ങളും വളച്ചൊടിച്ച് കൊണ്ടുവരും. അങ്ങനെയൊന്നുമില്ല. പ്രതീക്ഷ അയാളുടെ സ്റ്റാറ്റസ് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു കാർഡ് എടുക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് പെണ്ണിൻ്റെ മനസ്സാണ്. ആ കാർഡ് ഇവിടെ ഉപയോഗിച്ചത് തെറ്റാണ്. അയാൾ ഒരാണാണെന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷെ അങ്ങനെയല്ല. ഞാൻ കുറേ ദിവസമായി നോട്ടീസ് ചെയ്യുന്നു അയാളുടെ ഒരു, എന്നെ കാണുമ്പോൾ അങ്ങനെ ഒരു ഭാവമാണ് അയാൾക്ക്. അല്ല, സുരേഷിൻ്റെ പല പടവും ഞാൻ കണ്ടിട്ടുണ്ട്, അയാൾ അങ്ങനെയാണ് ചില പടങ്ങളിലൊക്കെ അഭിനയിക്കുന്നത്. കാര്യം അയാൾ ഇങ്ങനെയൊക്കെ കാണിക്കും കോമഡി റോളിൽ. അത് സുരേഷിൻ്റെ ആക്ടിങ്ങിൽ ഞാൻ പലതും കണ്ടിട്ടുണ്ട്, പക്ഷെ അത് ഈ അർത്ഥമല്ല. അപ്പം അയാളുടെ ഒരു ആക്ഷൻ അപ്പം എനിക്ക് പേടിയാവുകയാണ് ചെയ്യുന്നത്. ഇന്ന് രാവിലെ ബാത്റൂമിൽ വന്നപ്പോൾ ഞാൻ വേഗം ഇറങ്ങിപ്പോയി. അൻസിബായ്, അങ്ങനെയൊന്നും പറയല്ലേ. അങ്ങനെയാണെങ്കിൽ പുള്ളിക്കാരൻ ചേട്ടൻ എന്തിനാ ജാൻമണിക്ക് എതിരായിട്ട് ഇങ്ങനെ ഒരു സംഭവം വന്നത്? ജാൻമണി പിടിക്കുമ്പോൾ അത് പ്രശ്നം, ജാൻമണി വന്ന് പിടിച്ചാൽ പ്രശ്നം, മറ്റുള്ളവർ പിടിക്കുമ്പോൾ പ്രശ്നമില്ല. അതെന്താണ് അങ്ങനെ ഇട്ടത്? പിന്നെ ജാൻമണി റേപ്പ് ചെയ്ത പോലെയാണല്ലോ ചേട്ടൻ കിടന്ന് ബെതാക്കിയത്. അയ്യോ അങ്ങനെയല്ല, ഞാൻ അങ്ങനെ സെക്ഷൽ ഹറാസ്മെന്റ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല. അയാളൊരു പെണ്ണിൻ്റെ മനസ്സാണെന്നാണ് ഞാൻ പറയുന്നത്. അയാളുടെ നോട്ടവും ഭാവവും ഒന്നും ശരിയല്ല. അയാൾ എന്നെ ട്യൂൺ ചെയ്യാൻ നോക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. എനിക്ക് പലപ്പോഴും പേടിയാവും. അൻസിബ, അങ്ങനെയൊന്നും പറയാതെ ചേട്ടാ, അങ്ങനെയൊന്നും അല്ല. അതിൻ്റെ ഇടയ്ക്ക് ഈ അടുത്ത് മറ്റേ ജാസ്മിൻ അൻസിബ അത് കഴിഞ്ഞിട്ട് പ്രാങ്കാണ്. ജാസ്മിൻ അൻസിബ അല്ല, പ്രാങ്ക്, സുരേഷിൻ്റെ പ്രാങ്കാണ് കാണിക്കുന്നത്. അതായത് സുരേഷിൻ്റെ റിങ് കളഞ്ഞു പോയെന്ന് പറഞ്ഞ് സുരേഷ് ഇങ്ങനെ കിടന്ന് കരയും. പൊട്ട പ്രാങ്കാണ്. അത് ഒട്ടും എനിക്കൊരു എഫക്റ്റ് ആയത് തോന്നിയിട്ടില്ല. ഓൾറെഡി നമ്മുടെ അർജുനൊക്കെ മനസ്സിലായി. അർജുൻ വന്ന് ചോദിക്കുന്നത് ഇത് പ്രാങ്കാണോ? അയ്യോ എൻ്റെ മോതിരം കളഞ്ഞു പോയി, അയ്യോ എൻ്റെ മോതിരം കളഞ്ഞു. അപ്പം നൂറ, അപ്പോൾ എല്ലാവരുടെയും ബാഗ് ചെക്ക് ചെയ്യാം, നോറയുടെ ബാഗും ചെക്ക് ചെയ്യാം. അപ്പം നോറ, എൻ്റെ ബാഗ് എന്തിനു നോക്കണു? എൻ്റെ ബാഗ് എന്തിനു നോക്കണു? അങ്ങനെ ഞാൻ സമ്മതിക്കില്ല. എൻ്റെ ബാഗ് മാത്രം നോക്കാൻ സമ്മതിക്കില്ല. ഞാൻ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ എടുത്തിട്ടില്ല. അങ്ങനെ ഭയങ്കര ഗംഭീര ആക്ടിംഗ് ഒക്കെ നടത്തി കഴിയുമ്പോൾ ലാലേട്ടൻ വരും, അലാറം അടിക്കും. അപ്പം ലാലേട്ടാ, അപ്പം ഞാൻ ലാലേട്ടൻ തന്നെ ഞാൻ പറഞ്ഞു, ഞാൻ ലാലേട്ടനല്ല, ഞാനാണ് CID രാംദാസ്. നിങ്ങളുടെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം ലാലേട്ടനെ എത്തിക്കും ഞാൻ. സുരേഷ് മോതിരം കിട്ടിയല്ലോ, ഒരു പേര് രതീഷ്. ലാലേട്ടാ ഭാ എന്ന് കേൾപ്പിക്കുന്നുണ്ട്. ഓക്കെ, അയ്യോ സോറി ലാലേട്ടാ. ഓക്കെ, അടുത്തത് ജിൻഡോ. സോറി ലാലേട്ടാ, അവിടെ ഇരുന്നു എല്ലാം നാളെ പറയാം എന്നുള്ള രീതിയിൽ ലാലേട്ടൻ പോവുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നടക്കുന്നത് ചലഞ്ച്. ഏറ്റവും അവസാനത്തെ ചലഞ്ച്, അവസാനത്തെ കച്ചിത്തുരുമ്പ്. ഇതാണ് ചലഞ്ചിൻ്റെ പേര്. എനിക്ക് ഒട്ടും ഒരു ഇത് തോന്നാത്ത കാര്യം, പവർ ടീമിന് വേണ്ടിയിട്ടുള്ള ഒരു ടാസ്ക് ആയിട്ട് തോന്നിയിട്ടേ ഇല്ലാത്തൊരു ടാസ്ക്കാണ്. ഒന്നുമില്ല, സിജോയുടെ ടീം നമ്മുടെ പവർ ടീമിനെതിരെ കളിക്കണം. അതായത് പവർ ടീമിൽ നിന്ന് റിയാക്ഷൻസ് ഉണ്ടാക്കണം. സിജോയുടെ ടീമിൽ നിന്ന് 2 ആൾക്കാർ പോയിട്ട് ഈ പവർ ടീമിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യും. എന്നിട്ട് അയാൾ അവിടെ ഇരുത്തിയിട്ട് ഈ 2 പേര് മാത്രമേ ഒരു സമയത്ത് ഇവർക്ക് അതായത് ബൊമ്മ, വിഗ് ഇതൊക്കെ വെച്ചിട്ട് എന്ന് കാണിക്കുമ്പോഴേക്കും അവർ റിയാക്ഷൻ, കണ്ണിമ ചിമ്മ, ശ്വാസവും വിടാം, വേറെ ഒന്നും, ബാക്കി എന്ത് ചെയ്താലും അത് റിയാക്ഷൻ ആയിട്ട് കണക്ക് കൂട്ടും. ഇവർക്ക് ഉപദ്രവിക്കാനോ തൊടാനോ ഒന്നും പാടില്ല, മേത്തോടാനൊന്നും പാടില്ല. ഇതില്ലാണ്ട് ഇവർ നിന്ന് റിയാക്ഷൻ ഉണ്ടാക്കണം. അപ്പം അതിന് കൊടുത്തേക്കുന്നത് വിഗ്, ഹോണ് ഇതൊക്കെയാണ് കേട്ടോ. അപ്പം അങ്ങനെ നടക്കാത്ത കാര്യമാണ് കേട്ടോ. അപ്പോൾ ഉടനെ തന്നെ സിജോ സ്ട്രാറ്റജിയൊക്കെ പ്ലാൻ ചെയ്ത് അകത്തേക്ക് കയറുന്നുണ്ട്. ആദ്യം തന്നെ ഒരു സെലക്ട് ചെയ്യുന്നത് ജാൻമണീനെയാണ്. ജാൻമണീനെ ഇതാക്കാൻ വേണ്ടി സുരേഷും നമ്മുടെ നോറയും കൂടെ പോകുന്നുണ്ട്. അപ്പോൾ സുരേഷ് ജാനു ഇപ്പൊ ചിരിച്ചത് തന്നെ, ഇപ്പൊ റിയാക്ഷൻ കിട്ടും. ജാനു മൈൻഡ് പോലും ചെയ്യണില്ല. ജാനു മനസ്സിലായി, അയ്യേ ഇതാണ് റിയാക്ഷൻ ഉണ്ടാക്കാൻ വന്നത്. ജാനു, നോറ എന്താണ്, ഇങ്ങോട്ട് നോക്കൂ,
ഇങ്ങോട്ട് നോക്കൂ എന്നാണ് കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പി പി ശരണ്യ പി പി ശരണ്യയും ശ്രീതുവും സിജുവും നന്നായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പി 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 എന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഓതുന്നുണ്ട്. ബസറടിക്കുന്നു. അതങ്ങനെ അവിടെ ശ്രീരേഖ പോയി കെട്ടിപ്പിടിക്കുന്നു. ജാൻമണി എന്നൊക്കെ പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നിഷാനയാണ് പോണത്. നിഷാന പോകുമ്പോൾ ശ്രീതു ശരണ്യയും ഇതൊക്കെ വെച്ചിട്ട് പോകുന്നുണ്ട്. എന്നിട്ട് പല്ലക്കച്ചിരി ഇങ്ങനെയൊക്കെ ശ്രീതു ശരണ്യൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അവിടെ ഒരു റിയാക്ഷനും ഇല്ല. അതിൻ്റെ ഇടയിൽ കൂടെ രണ്ടുപേരല്ലേ ഒരു ടൈമിൽ പോകാൻ പാടുള്ളൂ. നമ്മുടെ സിജോയോ വേറെ ഒരാളും കൂടെ ഇറങ്ങി പോകുന്നുണ്ട്. അങ്ങനെ ഡിസ്ക്വാളിഫൈ ആയി പോകുന്നുണ്ട്. ഇത് ക്യാപ്റ്റനാണ് തീരുമാനിക്കുന്നത്. അത് കഴിഞ്ഞ് പോകുന്നത് യമുനയാണ്. യമുന അതിനിടയിൽ കൂടെ ഡിസ്ക്വാളിഫൈ ആയി പോകുന്നത് കൊണ്ട് തന്നെ നമ്മുടെ റോക്കിയും രതീഷും അവിടെ ഇരുന്ന് അവർക്ക് ഇത് കൂടെ ജയ് വിളിക്കുന്നുണ്ട്. പവർ ടീം കീ രതീഷ് ജെ, റോക്കി പവർ ടീം കീ രതീഷ് ജെ എന്ന് പറഞ്ഞ് യമുന അവിടെ പോയിരിക്കുമ്പോൾ ചേച്ചി സൂപ്പർ കളിക്കെന്ന് പറഞ്ഞ് രതീഷ് ഇങ്ങനെ പ്രോത്സാഹനം കൊടുക്കുമ്പോൾ പോടാ എന്ന് യമുന പറയുന്നത്. അപ്പോൾ പുള്ളിക്കാരി ഇൻസൾട്ടായിട്ട് ഫീൽ ചെയ്യുന്നു. പോടാന്നാ എന്നെ എന്തിന് പോടാന്ന് വിളിക്കുന്നത്? ഒരു പ്രചോദനം കൊടുക്കാൻ വേണ്ടി വന്നപ്പോൾ പോടാന്ന് വിളിക്കുന്നു. ഹോ പിന്നെ അപ്പം ക്യാപ്റ്റൻ രതീഷ് പുറത്തു പോകണം. രതീഷ് പുറത്തു പോകാൻ വേണ്ടി നോക്കുമ്പോൾ പുറത്തില്ല, ആക്ടിവിറ്റിയിൽ അടച്ചിട്ടേക്കാണ്. അങ്ങനെ സിജോയുടെ കോൺഫിഡൻസ് മുഴുവൻ പോയി. ഇത് നടക്കാത്ത കാര്യമാണ്. അങ്ങനെ യമുനേനെ ഓലപ്പിപ്പി കാണിച്ച് പീ 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 എന്ന് പറഞ്ഞ് ശക്തമായി ചെവിക്കകത്ത് കയറിയിരുന്ന് ഊതിയ പോലെ ഊതി. അപ്പോൾ യമുനയ്ക്ക് ഇവിടെ ഇങ്ങനെ കോച്ചി ഇരിക്കുക. ഇങ്ങനെ നേരെ ഇരിക്കാനേ പാടുള്ളൂ. പതുക്കെ പുള്ളിക്കാർ ഇങ്ങനെ അങ്ങ് കോച്ചി. റിയാക്ഷൻ ഒന്നും മുഖത്ത് ഭാവ വ്യത്യാസം പതുക്കെ തല അനക്കി. അപ്പോൾ ദേ അനക്കി എന്ന് പറഞ്ഞ് യമുന ഔട്ടാവുകയാണ് ചെയ്യുന്നത്. ഇനി അങ്ങോട്ട് നിർണായകമാണ്. അടുത്ത് വരാൻ പോകുന്നത് ശ്രീരേഖയാണ്. അടുത്ത് വന്നത് ശ്രീരേഖ വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം രതീഷ് ഇവിടെ വന്നിട്ട് സുരേഷ് ഇവിടെ വന്നിട്ട് പരിപ്പ് കഴിക്കുമ്പോൾ വട കഴിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്. എവിടെ ചിരിക്കും, ആര് റിയാക്ഷൻ ഉണ്ടാക്കും? ഇതൊന്നും ഉണ്ടാവാൻ പോലില്ല. നമുക്കറിയാം. ആകെ കൂടെ ഈ എക്സ്റ്റേണൽ ആയിട്ടുള്ള എന്തെങ്കിലും ഇനിയിപ്പം വല്ല മുളകിട്ടിട്ട് ഇങ്ങനെ നമ്മൾ ചൂടാക്കും. ഹിന്ദി ബിഗ് ബോസിൽ മുളക് ഇതിലിട്ടിട്ട് ഇങ്ങനെ ചൂടാക്കുമ്പോൾ അതിൻ്റെ പുക വരും. പുക അടിക്കുമ്പോഴേക്കും ചുമയ്ക്കും. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ടോർച്ചർ ടാസ്കിൽ വന്നാലേ റിയാക്ഷനൊക്കെ ഉണ്ടാവും. അല്ലാണ്ട് റിയാക്ഷൻ ഉണ്ടാവില്ല. അതൊക്കെ ആരായാലും ചുമച്ചു പോകും. അതൊന്നും ഈ മലയാളം ബിഗ് ബോസിലൊന്നും 10-50 കൊല്ലം കഴിഞ്ഞ് വരാൻ പോണില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു റിയാക്ഷൻ ഉണ്ടാകാൻ പോണില്ല. അങ്ങനെ ശ്രീരേഖയും ജയിച്ചു. അങ്ങനെ നമ്മുടെ പവർ ടീമായിട്ടുള്ള ആൾക്കാർ തന്നെ പവർ ടീമായിട്ട് മാറി. അങ്ങനെ അവർക്ക് പാട്ടൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അവരോട് ചോദിക്കുന്നുണ്ട് ഈ പവർ നിങ്ങൾക്ക് കൊടുക്കാൻ തയ്യാറാണോ എന്ന്. ബിഗ് ബോസ് അങ്ങനെ ഒരു ഗെയിം കളിക്കുന്നുണ്ട്. അപ്പോൾ ശ്രീരേഖ പറയുന്നു ആരും കൊടുക്കത്തില്ല ബിഗ് ബോസ്, അതുകൊണ്ട് നമ്മളും കൊടുക്കത്തില്ല. പിന്നെ 4 പ്രാവശ്യം, അതായത് 4 പ്രാവശ്യം മാത്രമേ പവർ ടീമിന് പവർ ടീമായിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ. അതായത് അടുപ്പിച്ച് 4 പ്രാവശ്യം കഴിയുമ്പോൾ അത് പിന്നെ അവർ ഡിസ്പേഴ്സ് ചെയ്ത് വിടും. പിന്നെ ഒരു പ്രാവശ്യം പവർ ചാലഞ്ച് കളിക്കണം. പവർ ചാലഞ്ച് ജയിച്ചാലേ പവർ ടീം ആവാൻ പറ്റൂ. ഇനി 4ാമത്തെ പ്രാവശ്യവും കഴിഞ്ഞ് പവർ ചാലഞ്ച് ജയിക്കുകയാണെങ്കിലും അവർക്ക് കിട്ടത്തില്ല. കാര്യം അവർ 4 പ്രാവശ്യം പവർ ടീമിലായി കഴിഞ്ഞിരിക്കുകയാണ്. അതാണ് ബിഗ് ബോസ് ഇവിടെ പറഞ്ഞത്. ഇനിയാണ് ക്യാപ്റ്റൻസി ടാസ്ക്. ഓരോരുത്തരുടെ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ 3 പേര് പറയാൻ പറയുന്നുണ്ട്. ക്യാപ്റ്റൻസിയിലേക്ക് പങ്കെടുക്കുന്ന 3 പേര്. അപ്പം പവർ ടീമിലുള്ള ആൾക്കാരെ തിരഞ്ഞെടുക്കാൻ പറ്റില്ല. അങ്ങനെ എല്ലാവരും കൂടി 3 പേരുടെ പേരാണ് തിരഞ്ഞെടുക്കുന്നത്. ഒന്ന് സിജോ, ഒന്ന് അപ്സര, പിന്നെ റസ്മിൻ ഭായിനെ കുറിച്ച് എല്ലാവരും ഭയങ്കര നല്ല അഭിപ്രായം കേട്ടോ. അപ്പം ഞാൻ ആലോചിക്കുന്നത് ഇത് ഇത്രയ്ക്ക് എവിടെ കളിച്ച് ഞാൻ കണ്ടില്ലല്ല. 2 തവണ റിയാക്ട് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. പക്ഷെ അവർക്ക് ഭയങ്കര നല്ല അഭിപ്രായം. ഞാൻ ആലോചിച്ച് ഇതേ ചോദ്യം റോക്കി ചോദിച്ചു. ഇത്രയ്ക്ക് റസ്മിൻ ഭായിയെ കുറിച്ച് പറയാം 30 സെക്കൻഡിൽ കൂടുതൽ ഇവിടെ സംസാരിക്കണം നമ്മളാരും കണ്ടിട്ടില്ല. ഇത്രമാത്രം നിങ്ങൾക്കൊക്കെ എവിടെ നിന്ന് ഇത്രയ്ക്ക് നല്ല അഭിപ്രായം വന്നത്? റസ്മിൻ ഭായിനെക്കാട്ടി എത്ര നന്നായിട്ട് ഗെയിം കളിക്കുന്ന ആൾക്കാർ അവിടെ ഉണ്ട്. എന്നിട്ട് റസ്മിൻ ഭായിനെ എന്ത് പറഞ്ഞെന്ന് റോക്കിയും ചോദിച്ചു. അപ്പോൾ ഇവിടെ റോക്കി രതീഷിനെയും ജാസ്മിനെയും സിജോനെയാണ് നോമിനേറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇവിടെ രതീഷ് റോക്കിനെയും സിജോനെയും അപ്സരേനെയും സ്ട്രോങ് കണ്ടസ്റ്റൻസിനെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ട്രോങ് കണ്ടസ്റ്റൻസിനെ പലരും നോമിനേറ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് അപ്സരയും റസ്മിനും സിജോയും വരുന്നത് ക്യാപ്റ്റൻസി ടാസ്കിലേക്ക്. നാളെയാണ് ക്യാപ്റ്റൻസി ടാസ്ക്. ഇനിയാണ് അടുത്തത് ജയിൽ നോമിനേഷൻ. ഇതിനകത്ത് ജാസ്മിന് കുറച്ച് എതിർപ്പൊക്കെ ഉണ്ട് ഇതിൽ അപ്സര വന്നത്. കാര്യം പുള്ളിക്കാരി പറയണം അപ്സര മിക്കവാറും ഒരു സമാധാന പ്രിയയായിരിക്കും, ഒന്നും നടക്കാനൊന്നും പോകുന്നില്ല എന്നുള്ള രീതിയിലാണ് ജാസ്മിൻ്റെ ഇത്. അത് കഴിഞ്ഞാണ് നമ്മുടെ മെയിൻ ഐറ്റം വരുന്നത് ജയിൽ നോമിനേഷൻ. അവിടെ തന്നെ രതീഷ് വന്നിരിക്കുകയാണ്. അപ്പം രതീഷ് പറഞ്ഞുകൊണ്ട് അർജുനെ ഒരിക്കലും എനിക്ക് ക്യാപ്റ്റനായിട്ട് കാണാൻ പറ്റില്ല, മോശം ക്യാപ്റ്റൻ, ഞാൻ ജയിലിൽ പോകാൻ വേണ്ടി ഞാൻ റെഡിയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അർജുൻ എന്നാൽ പിന്നെ പേര് ഞാൻ പറയാം. അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ ഏറ്റവും മോശമായിട്ട് പറയുന്ന ഒരാളെ നമ്മുടെ പവർ ടീമിനോട് പറയാൻ പറയുന്നു. ഒരാളുടെ പേര് മൊത്തത്തിൽ 2 പേര് പോവും. അതിൽ ഒരു പേര് പവർ ടീം പറയും. അവർ ജിൻഡോയുടെ പേര് പറയുന്നു. ഇനി ബാക്കിയുള്ള വീട്ടുകാർ തീരുമാനിക്കണം. അപ്പോൾ രതീഷ് വന്ന് പറയുന്ന പേര് നമ്മുടെ അർജുൻ്റെ പേരാണ്. മോശം ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ മോശം ക്യാപ്റ്റൻ, ഇതുപോലത്തെ മോശം ക്യാപ്റ്റൻ ഇനി കിട്ടത്തില്ല. അപ്പം ജിൻഡോ വന്നിട്ട് പറയുന്നത് സിജോയുടെ പേര്. സിജോനെ ഒരിക്കലും നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. ക്യാപ്റ്റൻസിയിലേക്ക് നോമിനേറ്റ് ചെയ്ത ആളാണ്.
നോമിനേറ്റ് ചെയ്യുമ്പോൾ ജിൻഡോ പറയുന്നത് സിംഹവും പുലിയും ഒക്കെ യുദ്ധം നടക്കുമ്പോൾ താഴെ ഒരു പട്ടി നിന്ന് കുരയ്ക്കും, അതാണ് സിജോ. അപ്പം സിജോ ഹലോ ഞാൻ സിംഹമാണ്, എന്നെ നോമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുകയാണ്. അപ്പം ജിൻഡോയ്ക്ക് അപ്പോഴും മനസ്സിലാവുന്നില്ല കേട്ടോ. അപ്പം ബിഗ് ബോസ് പറയുന്നു ജിൻഡോ സിജോ ക്യാപ്റ്റൻസി നോമിനേറ്റഡ് ആണ്, വേറെ പേര് പറയൂ. അങ്ങനെ ജിൻഡോ രതീഷിന്റെ പേര് പറയുന്നു. റോക്കി വന്നിട്ട് റസ്മിന്റെ ഭായിയുടെ കാര്യം സംസാരിക്കുന്നു. ഇത്രത്തോളം റസ്മിന്റെ പേര് പറയാൻ ഇത്രയ്ക്ക് എന്തെന്നാണ് ചെയ്തതെന്നുള്ള രീതിയിൽ. അപ്പം നോറ വന്നിട്ടും രതീഷിന്റെ പേര് പറയുന്നു, ജാസ്മിൻ വന്നിട്ടും രതീഷിന്റെ പേര് പറയുന്നു. രതീഷ് പറയുന്നത് അർജുൻ്റെ പേരാണ്. അപ്പം അതിനിടയ്ക്ക് നോറ വന്നിട്ട് പറയാണ് ഇത്രയും നല്ലൊരു ക്യാപ്റ്റനെ എങ്ങനെ രതീഷിന് മോശം പറയാൻ തോന്നി, എനിക്കാണെങ്കിൽ ബ്ലാങ്കറ്റ് ഇല്ലാത്തപ്പോൾ. അപ്പം രതീഷ് പറയാണ് എനിക്ക് തോർത്ത് പോലും ഇല്ല. അത് കഴിഞ്ഞിട്ട് ജാൻമണി വന്നിട്ട് പറയാണ് രതീഷിന് ജാൻമണി അപ്പം വന്നിട്ട് ഈ ആവശ്യമില്ലാണ്ട് രതീഷ് ഇന്റർഫിയർ ചെയ്യുന്നുണ്ട്. അപ്പം ജാൻമണി അവിടെ ഇരിക്കെ. അപ്പം രതീഷ് ദേ എന്നെ ഇങ്ങനെ തടയാൻ വന്നുണ്ടല്ലോ ഒന്നും രതീഷ് കറങ്ങിയൊക്കെ വരുന്നുണ്ട്. ബിഗ് ബോസിന് ദേഷ്യം വന്ന് തുടങ്ങി. അപ്പോഴാണ് സുരേഷ് വരുന്നത്, ജയിൽ നോമിനേഷൻ. അപ്പം സുരേഷിന് എന്താണ് സംഭവം മനസ്സിലായില്ല. വാട്ട് ഈസ് ദ ക്വസ്റ്റ്യൻ ബിഗ് ബോസ്? ജയിൽ നോമിനേഷൻ. ഓക്കെ, ദ ഡിസർവിംഗ് ഫെലോ ഈസ് രതീഷ്. ആക്ച്വൽ ജയിലായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ലത്, പക്ഷെ നല്ല ഹ്യൂമൻ ബീങ് ആണെന്നൊക്കെ സുരേഷ് രതീഷിനെ കുറിച്ച് പറയുന്നു. അത് കഴിഞ്ഞിട്ട് അർജുൻ പറയുന്ന കാര്യങ്ങൾ, അർജുനാണ് പ്രൊവോക്ക് ചെയ്യാൻ തുടങ്ങുന്നത് രതീഷിനെ. ജാൻമണി എന്ന് പറഞ്ഞ വ്യക്തി കെട്ടിപ്പിടിച്ചപ്പോൾ രതീഷിന് ഭയങ്കര പ്രശ്നം, കുടുംബക്കാർ കാണും. എന്നാൽ സുരേഷിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാൻ ഒരു കുഴപ്പമില്ല. അതെന്തുകൊണ്ട്? ഒരു സെക്ഷൽ ഹരാസ്മെന്റ് സംഭവം സുരേഷ്, അപ്പം സെക്ഷൽ ഹരാസ്മെന്റ് എന്ന സംഭവം ഞാൻ ജാൻമണിക്കെതിരെ ഇട്ടിട്ടില്ല, തെറ്റ് അർജുൻ വളച്ചൊടിക്കുന്നു, തെറ്റ് എന്ന് പറഞ്ഞ് രതീഷ് പറയുന്നു. സെക്ഷൽ ഹരാസ്മെന്റ് സംഭവം പറഞ്ഞിട്ടില്ല എന്ന് രതീഷ് പറയുന്നു. അപ്പൊ ജാൻമണി നീ പറ, നിനക്കെതിരെ ആ കാർഡ് ഞാൻ ഇറക്കിയോ? സെക്ഷൽ ഹരാസ്മെന്റ് കാർഡ് ഇറക്കിയോ ജാൻമണി? ഇറക്കിയോ? അപ്പൊ സിജോ വന്നിട്ട് രതീഷിനടുത്ത് അതേ കാര്യം തന്നെ പറഞ്ഞു, രതീഷിന്റെ പേര് പറഞ്ഞിട്ട്. എന്തുകൊണ്ട് സുരേഷ് ചേട്ടന്റെ പിടിക്കുമ്പോഴത്തേക്കും കുടുംബത്തിന് മോശം പറയാത്തത്? അപ്പൊ രതീഷ് ഇല്ല ആവശ്യമില്ലാത്ത കാര്യം എന്റെ തലയിൽ കെട്ടിവെക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ മാറി പോവേ ചെയ്തത് സുരേഷിന്റെ അടുത്തുനിന്ന് മാറി പോവേ ചെയ്തത്. ഇത് എന്റെ സ്പേസ് ആണ്, ഞാൻ സംസാരിക്കും സിജോ. അപ്പൊ ബിഗ് ബോസ് രതീഷ് ഒരാൾ സംസാരിക്കുമ്പോൾ അയാൾക്ക് അവസരം കൊടുക്കണം, കേട്ടല്ലോ? ഇങ്ങനെ സംസാരിക്കാൻ പറ്റില്ല. എല്ലാവരും ക്ലാപ്പ് ചെയ്യാണ്. രതീഷ് അവിടെ ഇരിക്കുന്നു. പിന്നെയും സിജോ ഈ വിഷയം തന്നെ എടുത്തിടുകയാണ്. ഇത് കുടുംബമല്ല എന്ന് പറഞ്ഞ രതീഷ് ഇപ്പൊ പറയാണ് ഇത് കുടുംബമാണെന്ന്. രണ്ട് നിലപാട്. അപ്പൊ രതീഷ് പിന്നെയും സംസാരിക്കാൻ തുടങ്ങുകയാണ്. അപ്പൊ ഋഷി വന്നിട്ട് രതീഷ് ചേട്ടനെ തന്നെയാണ് നോമിനേറ്റ് ചെയ്യുന്നത്. അപ്പൊ പിന്നെ രതീഷ് ചേട്ടൻ്റെ സംസാരിക്കുമ്പോൾ ബിഗ് ബോസ് ദേഷ്യപ്പെടുകയാണ്, ഇനി സംസാരിച്ചാൽ നിങ്ങളെ പുറത്താക്കും. അതിൻ്റെ ഇടയിൽ കൂടെ സുരേഷ് വന്നിട്ട് പിന്നെയും പറയുന്നുണ്ട് സെക്ഷൽ ഹരാസ്മെന്റ് തന്നെയാണ് ഞാൻ നിങ്ങൾക്കെതിരെ പറഞ്ഞത്. എൻ്റെ ഫാമിലി നിങ്ങളെക്കുറിച്ച് കെയർ ചെയ്യുന്നില്ല, അവർക്ക് ഇതിനെ കെയർ ചെയ്യേണ്ട ആവശ്യമില്ല, അവർക്ക് മലയാളം അറിയില്ല. പക്ഷേ എൻ്റെ മോന് എന്നോട് പറയുമായിരിക്കും നിങ്ങൾക്ക് ഒരു അടി അടിച്ചിട്ട് വന്നാൽ മതിയായിരുന്നു അയാളെ എന്നൊക്കെ പറയും എൻ്റെ മോൻ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അടികൊള്ളാൻ ഞാനിവിടെ ഇരിക്കുകയല്ലേ പിന്നെ എന്ന് രതീഷ് പറയുന്നുണ്ട്. അപ്പം ശരണ്യ വന്നിട്ട് രതീഷിൻ്റെ പേര് തന്നെ പറയുന്നത്. ഇവിടെ റോക്കി വന്നിട്ടും ഇത് ഗെയിം അല്ല, ഇത് സംഭവമാണ്, രതീഷിൻ്റെ പേര് പറയുന്നത്. ഇനിയാണ് ആ മെയിൻ സംഭവം. അൻസിബ വന്നിട്ട് അത് പൊട്ടിക്കുകയാണ്. ഇത് പറയാതിരിക്കാൻ പറ്റത്തില്ല, കാര്യം ഇത് പല ക്യാമറയിലും കാണിച്ചിട്ടുണ്ടാവും. രതീഷ് ഇന്ന് സുരേഷ് ഒരു ഗേ ആണെന്ന രീതിയിലാണ് എന്നോട് സംസാരിച്ചത്. അപ്പൊ തന്നെ രതീഷ്, അപ്പൊ എല്ലാവരും കൂടെ സുരേഷ് എന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ അറിയാം. അപ്പൊ സിജോ LGBT കമ്മ്യൂണിറ്റിയെ കുറിച്ച് എന്താ പറഞ്ഞത്? അപ്പൊ ജാൻമണി എൻ്റെ കമ്മ്യൂണിറ്റിയെ കുറിച്ചാണ് നീ പറയുന്നത്, എൻ്റെ കമ്മ്യൂണിറ്റിയെ കുറിച്ചിട്ട് എൻ്റെ കമ്മ്യൂണിറ്റിയെ കുറിച്ചിട്ടാണ് നീ പറയുന്നത്. ഇറ്റ്സ് ഓൾ അബൌട്ട് മൈ കമ്മ്യൂണിറ്റി എന്ന് ആര് പറയുന്നു? ജാൻമണി പറയുന്നു. അപ്പൊ രതീഷ് എനിക്ക് തോന്നി അയാൾ എനിക്കെതിരെ സെക്ഷൽ ഹറാസ്മെന്റ് വന്നപ്പോൾ അയാൾ ഇതാണെന്ന് തോന്നി, ആ സംശയം ഞാൻ പ്രകടിപ്പിച്ചു, അത്രേ ഉള്ളൂ. അപ്പൊ ബിഗ് ബോസ് എല്ലാവരും ഇരിക്കെ, മിണ്ടാതിരിക്കാനല്ലേ പറഞ്ഞത്, മിണ്ടാതെ ഷോ കാണിക്കാനുള്ള സ്ഥലമല്ല, ഇതെന്താണ് ചന്തയാണോ എന്ന് ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട്. അപ്പം അപ്സര റോക്കിയുടെ പേരും പറഞ്ഞ് ജയിൽ നോമിനേഷൻ അവസാനിപ്പിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് സിജോയും അർജുനും രതീഷും തമ്മിൽ ഭയങ്കര വാക്ക് തർക്കം. സിജോ ഒരുപാട് ഓവറായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പം ഉടനെ തന്നെ സിജോയിനെയും രതീഷിനെയും കൺഫെഷൻ റൂമിൽ വിളിച്ചു. എന്നിട്ട് ബിഗ് ബോസ് ചോദിക്കുകയാണ്, ഇല്ലാത്ത കാര്യങ്ങൾ ഇട്ടു തരുമ്പോൾ ഒരു ചേട്ടനായിട്ട് കൺഫെഷൻ റൂമിൽ വിളിക്കണം. അപ്പോഴത്തേക്കും ഇല്ലാത്ത കാര്യങ്ങൾ കുറച്ച് നാടകീയമായിട്ട് രതീഷ് സംസാരിക്കും. ഇല്ലാത്ത കാര്യങ്ങൾ ഇട്ട് തരെയാണ് ബിഗ് ബോസ്, എൻ്റെ തലയിൽ ഒരു ചേട്ടനായിട്ടേ ഞാൻ കരുതിയിട്ടുള്ളൂ. അപ്പോൾ ബിഗ് ബോസ് നാടകീയതയൊന്നും വേണ്ട, കാര്യം പറഞ്ഞാൽ മതി, ഇല്ലാത്ത കാര്യങ്ങളാണ് എൻ്റെ തലയിൽ ഇട്ട് തരുന്നത്. അപ്പോൾ പറയാനറിയാം. അപ്പോൾ സിജോ എന്താണ് നിങ്ങളുടെ പ്രശ്നം? ഞാൻ എല്ലാം കഴിഞ്ഞിട്ട് അഭിപ്രായം പറയാമെന്നല്ലേ പറഞ്ഞത്? നിങ്ങളിപ്പോൾ എന്നാ എരുതിയിൽ എണ്ണ ഒഴിക്കുകയാണോ, അത് ഊതി കത്തിക്കാൻ നോക്കുകയാണോ? മര്യാദ എന്ന രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. രതീഷിനകത്ത് മര്യാദയ്ക്ക് നിന്നാൽ രതീഷിനകത്തേക്ക് പോവാം. ഓക്കെ, ഞാൻ പോകാൻ റെഡിയാണ്, ഞാൻ വീട്ടിൽ പോകാൻ റെഡിയാണ്. നിങ്ങൾക്ക് തോന്നുമ്പോൾ വരാനും പോകാനുള്ള സ്ഥലമല്ല ബിഗ് ബോസ്, പോയി അവിടെ ഇരിക്കുക എന്ന് പറഞ്ഞ് അവസാനത്തെ വാണിംഗ് കൊടുത്തിട്ട് രതീഷിനെ പുറത്തേക്ക് വിടുന്നുണ്ട്.
ഇത്രയും സംഭവങ്ങളാണ് നടന്നത്. പിന്നെ ജയിലിന്റെ ഡ്രസ്സ് ഇട്ടിട്ട് ജയിലിലേക്ക് പോകുന്നുണ്ട് രതീഷും ജിൻഡോയും. ഇതാണ് എപ്പിസോഡിൽ നടന്നിട്ടുള്ളത്. ഇനി BB+ല് ഇവിടെ സുരേഷ് എല്ലാവരും നിൽക്കുകയാണ്, ജാൻമണിയൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ സുരേഷ് പറഞ്ഞു എനിക്ക് വിരോധമൊന്നുമില്ല ഗേ ആയാം, ഇതെനിക്കൊരു ഇൻസൾട്ടൊന്നുമല്ല, ഞാൻ ഒരുപാട് ഗേ റോൾസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം അൻസിബ പറയുന്നത് ഗേ ആണെന്നുള്ള രീതിയിലാണ് അയാളോട് സംസാരിച്ചത്. അപ്പം ജാൻമണി സാരമില്ല, എനിക്ക് ബിഗ് ബോസിൽ വന്നിട്ട് എനിക്ക് പച്ച മലയാളമേ എനിക്ക് അറിയത്തുള്ളൂ, ബിഗ് ബോസ് എനിക്ക് പച്ച മലയാളമേ അറിയത്തുള്ളൂ, എനിക്ക് എൻ്റെ കമ്മ്യൂണിറ്റിയോട് പഴയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇയാൾ ഇതൊരു കണ്ടന്റ് ആയിട്ട് എടുത്തു എന്നുള്ളതാണ്. കണ്ടന്റ് ആയിട്ട് ഇയാൾ എടുത്തു നമ്മുടെ കമ്മ്യൂണിറ്റീനെ. അപ്പം അൻസിബ അപ്പം സുരേഷ് ചേട്ടനെ കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ സുരേഷ് ചേട്ടനെ കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ ഒരു സ്റ്റാറ്റസ് ആയിട്ട് പുറത്ത് വിടുന്നത്, അതിനെതിരായിട്ടാണ് ഞാനിത് പുറത്ത് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്, അല്ലെങ്കിൽ ഇത് പറയേണ്ട ആവശ്യമില്ല. ആ രീതിയിലാണ് ഇയാൾ പറഞ്ഞതെന്നാണ് അൻസിബ പറയുന്നത്. അപ്പം സുരേഷ് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, എനിക്ക് മനസ്സിലാവുന്നില്ല, ഞാൻ ലീഗൽ ഡോക്യുമെന്റ് ലീഗലായിട്ട് പോകുന്നൊക്കെ സുരേഷ് പറയുന്നു. ജയിൽ ഡ്രസ്സൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അൻസിബയും രതീഷ്, അപ്പോൾ രതീഷ് നന്നായി പറഞ്ഞത് നന്നായി, നീ എന്തായാലും പറഞ്ഞത് നന്നായി. അല്ല ഞാൻ എന്തായാലും പറയുമായിരുന്നു അൻസിബ, അല്ല നീ പറഞ്ഞത് നന്നായി, എനിക്കും വീട്ടിലെ ആൾക്കാർ കാണുന്നുണ്ട്. അപ്പോൾ അൻസിബ പറഞ്ഞ പുള്ളിക്കാരൻ സുരേഷ് ചേട്ടൻ്റെ ഫാമിലി ഉണ്ട്. ഇനി അത് കഴിഞ്ഞ് അൻസിബയും രതീഷും, അപ്പോൾ രതീഷ് പിന്നെയും നീ പറഞ്ഞത് നന്നായി എന്ന് തന്നെ പറയുന്നുണ്ട്. അപ്സരയും അൻസിബയും കൂടെ സംസാരിക്കുന്നത്. അപ്സര പറയുന്നത് രതീഷ് ചേട്ടൻ ഇത് പറഞ്ഞിട്ടുണ്ട് സുരേഷ് ചേട്ടൻ്റെ ഈ ഒരു സംഭവത്തെ കുറിച്ചിട്ട്. അപ്പോൾ അപ്സര പറയാണ്, അൻസിബ പറയാണ് ഇതുപോലെയൊന്നും അല്ല എന്നോട് പറഞ്ഞ വേറെ തന്നെ രീതിയിലാണ്. ജയിലിലുള്ള ഡ്രസ്സ് ജയിലിലേക്ക് അകത്തേക്ക് രണ്ടുപേരെ കയറ്റി വിടുകയാണ്. അപ്പോൾ അർജുൻ ഇതിനകത്ത് തലയണ ഉണ്ടോ രതീഷ്, തലയണയൊക്കെ ഇല്ല, ഇവിടെ ഉള്ളത് തന്നെ എടുക്ക്. അത് കഴിഞ്ഞ് നിഷാനയും സുരേഷും, നിഷാന പറയുന്നത് ഇത് ഭയങ്കര ബാഡ് മെസ്സേജാണ് പുറത്തേക്ക് പോകുന്നത്. സുരേഷ് പറഞ്ഞു എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. ജിൻഡോ നാട്ടിലൊരു പെറ്റി കേസ് ഇല്ലാതെ ഞാനിപ്പോൾ ജയിലിൽ കിടക്കുന്നു, എന്ത് പറയാൻ, എന്തായാലും ഈ കിടക്കാൻ യോഗം. അപ്പോൾ രതീഷ് നോക്ക്, റോക്കി സിജോ ഇവരാണ് ഇതിൻ്റെ പിന്നിൽ, ഇവരാണ് ഇതിൻ്റെ തലച്ചോറ് കേട്ടാ. എന്തായാലും നോക്കാം. എന്നിട്ട് ഈ ബിഗ് ബോസ് എന്നെ പുറത്താക്കും തന്നെ ഞാൻ വിചാരിച്ചത് എന്നെ കൊണ്ടുപോയെന്നടാ, എന്നെ കൊണ്ടുപോയെന്നാണ് ഞാൻ വിചാരിച്ചത്. എൻ്റെ ദൈവമേ, എനിക്ക് ആരെയും കെട്ടിപ്പിടിച്ചാലും കുഴപ്പമൊന്നുമില്ല, ബിഗ് ബോസ് ആണ് കെട്ടിപ്പിടിച്ചാലും കുഴപ്പമില്ല എന്ന് രതീഷ് പറയുന്നുണ്ട്. ജയിൽ ഫുഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ജിൻഡോ എന്തായിരുന്നാലും ഇവിടെ സങ്കടമൊന്നുമില്ലെന്ന് മാത്രം പറഞ്ഞാൽ മതി കേട്ടോ പുറത്ത്. അപ്പോൾ രതീഷ് ഞാൻ അങ്ങനെ പറയുള്ളൂ, ഫുഡ് വന്നു, എടാ നീ കഴിച്ചോ, എനിക്ക് വേണ്ട, നീ കഴിച്ചോടാ, എനിക്ക് സ്പൂണ് വേണം ജിൻഡോ, ഞാൻ കൈവച്ച് വിളമ്പിത്തരാം. എന്ത് കഴിക്കുന്നതിനൊരു ഭംഗി വേണം. ജയിൽ ടാസ്ക്, വെളുത്തുള്ളി നന്നായിട്ട് കൈവച്ച് കത്തിയില്ലാതെ തൊലി കളഞ്ഞ് ഒരു കല്ലുണ്ട്, കല്ല് വെച്ച് ചതച്ച് വീട്ടിലേക്ക് കൊടുക്കണം എന്നാണ് പറഞ്ഞേക്കണത്. അപ്പം രതീഷ് അൻസിബയാണ് ഇതെടുത്തിട്ടത്. അവളെ സത്യം പറഞ്ഞാൽ അവള് പിന്നിൽ നിന്ന് കുത്തി. 100 ദിവസം ഞാനിത് കേൾക്കേണ്ടി വരും, അതുകൊണ്ടാണ് ഞാൻ പോകാൻ തയ്യാറായത്. ഈ അലിഗേഷൻസ് തന്നെ പിന്നെ എൻ്റെ തലയെ കൊണ്ടിടയാടാ, അതുകൊണ്ട് ഞാൻ പിന്നെ പോവാന്ന് വെച്ച്. അപ്പം രതീഷ് ജാനു അവിടെ സിഗരറ്റ് വലിക്കുകയാണേ. എന്താണ് ജാനു, ഒരു മുട്ടായി തരുമോടി, എന്തായാലും ഞാൻ നാളെ പോവും, നീ എനിക്കൊരു മുട്ടായി താ. എൻ്റെ മുട്ടായി എനിക്ക് പറ്റൂല, നീ ഒരു മുട്ടായി താടി, ഒരു മുട്ടായി, അല്ലെങ്കിൽ വേണ്ട മുറുക്കോ അല്ല മുറുക്കേ, തക്കുടി ചേച്ചിയുടെ കയ്യിലാണ്. തക്കുടി ചേച്ചിയോ, അതാരാടി തക്കുടി ചേച്ചി ആരാണ്? തക്കുട് താക്കോല്, തക്കുടി ചേച്ചിയുടെ കയ്യിലാണ്. നീ താക്കോല് ചേച്ചിയുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് മുറുക്കോ, അതെന്താ മുറുക്ക്? എനിക്കറിയില്ല. മുറുക്ക് റൗണ്ട് വട്ടത്തിലുള്ള സാധനമാണ്. നീ അത് പോയി എടുത്തിട്ട് വാ, ഒരു പാക്കറ്റ് പ്ലീസ്. നാളെ എന്തായാലും ഞാൻ ഇവിടെ നിന്ന് പോവും. തക്കോടി ചേച്ചിയുടെ കയ്യിലാണ് ഞാൻ പോണു. അയ്യോ ക്യാമറ എൻ്റെ അടുത്തേക്ക് വന്നു, കിടന്നു. ഞാനും ഓടെയാണ്. അതേ എല്ലാവരും ശ്രദ്ധിക്ക്, രതീഷ് ഉണ്ടല്ലോ എന്നോട് സംസാരിക്കുകയാണ്. ക്യാപ്റ്റൻ പറഞ്ഞിട്ടില്ലേ ജയിലിൽ സംസാരിക്കരുതെന്ന്, എന്നോട് ചോദിക്കുകയാണ് മുറുക്ക് വേണോന്ന്. മുറുക്ക് കൊടുക്കാൻ. എന്താ ഈ മുറുക്കെന്ന് പറഞ്ഞാൽ എന്താ? മുറുക്കെന്ന് പറഞ്ഞാൽ മറ്റേ സ്നേക്ക്, വലിയ മുറുക്ക്, കോബ്ര. മുറുക്കൻ റൗണ്ട് മൂർഖൻ. മുറുക്ക്, അത് തന്നെ. അതെന്താണ്? ഡ്രൈ ജിലേബി. ആ സാധനം ചായയുടെ കൂടെ കഴിക്കണേ. ഞാൻ കഴിച്ചിട്ടുണ്ട്. അപ്പൊ ശ്രീരേഖ, നീ എന്തിനാ അവിടെ പോയി സംസാരിച്ചത്? നിന്നോട് പറഞ്ഞിട്ടില്ലേ അവിടെ പോയി സംസാരിക്കാൻ പാടില്ലെന്ന്? എന്നിട്ട് കളിച്ച് പാവാടയൊക്കെ ഇങ്ങനെ ആട്ടി പോകുന്നുണ്ട്. ഇപ്പൊ ജിൻഡോ എല്ലാവരും അവിടെ സുഖമായിട്ട് ഇരിക്കുകയാണ് അതിനകത്ത്, നമ്മളിവിടെ കിടക്കുന്നു. എടാ എല്ലാവരും നമ്മളിവിടെ വരണമെന്ന് ആഗ്രഹിക്കുന്നു, അവർക്ക് സ്ക്രീൻ സ്പേസ് കിട്ടാൻ വേണ്ടി നമ്മൾ സമ്മതിക്കരുത്. നമ്മൾ എന്ത് ചെയ്യാൻ? അപ്പം എടാ ഓരോരുത്തരെ ടാർഗറ്റ് ചെയ്യണം ജിൻഡോ. അതൊന്ന് നീ എടാ ഉള്ള ആൾക്കാരെ മൊത്തം എടുത്താൽ എല്ലാം നിന്റെ ശത്രുക്കളാവും.
അപ്പൊ രതീഷ് അങ്ങനെയാണോ നീ പറയുന്നത്? ആ ഓരോരുത്തരെ ഞാൻ അൻസിബേനെ എന്തായാലും ടാർഗറ്റ് ചെയ്യും, അവളെ ഞാൻ പുറത്താക്കും, നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞ് BB+ അവസാനിക്കുകയാണ്. കണ്ടറിയാൻ നാളെ എന്ത് നടക്കുമെന്ന് അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.